സഖാക്കളെ, അപ്പോൾ ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വാർത്തയാണ്. വി.ഡി. സതീശൻ അറ്റകുറ്റപ്പണികൾ, അതായത് ക്ലിഫ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി 3.95 കോടി 3.95 ലക്ഷം, അതായത് 3,95,00,000 വി.ഡി. സതീശൻ ക്ലിഫ് ഹൗസിൻ്റെയും മന്ത്രിമന്ദിരങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. പിണറായി വിജയൻ ആയിരുന്നപ്പോൾ മാധ്യമങ്ങളുടെ ഭാഷയിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് പിണറായി വിജയൻ മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി വലിയൊരു തുക ചിലവാക്കി എന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, മംഗലശ്ശേരി നീലകണ്ഠൻ നമ്മുടെ ശേഖരനോട് അടിക്കുന്നൊരു ഡയലോഗുണ്ട്. ശേഖര, നിൻ്റെ ഭാഷയ്ക്കൊരു ശുദ്ധി വന്നിരിക്കുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. കാരണം പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് മെയിൻ്റെനൻസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തിയപ്പോൾ അതൊരു വലിയ തുകയായിട്ട് അത് നിങ്ങൾ അറ്റകുറ്റപ്പണി എന്നല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് മോടി പിടിപ്പിക്കുന്നതാണ്. നേരെ മറിച്ച് വി.ഡി. സതീശൻ മോടി പിടിപ്പിച്ചപ്പോൾ ഏത് ക്ലിഫ് ഹൗസും മന്ത്രിമന്ദിരങ്ങളും മോടി പിടിപ്പിച്ചപ്പോൾ നിങ്ങളുടെ ഭാഷ അറ്റകുറ്റപ്പണികൾ. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയനും നിങ്ങളുടെ താരാട്ട് പാട്ട് കേട്ട് അതിനനുസരിച്ചല്ല വളർന്നത്. നിങ്ങളുടെ ശക്തമായ എതിർപ്പിന് അതിജീവിച്ചാണ് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. നിങ്ങളുടെ താരാട്ട് പാട്ട് പിണറായി വിജയന് ആവശ്യമില്ല. ഓക്കെ, പിണറായി വിജയന് മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമില്ല എന്ന് തുറന്നു പറയാണ്. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ ലാൽസലാം. പിന്നെ സാക്കളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ കുറച്ച് ഷെയർ ചെയ്യുക. ഓക്കെ, ലാൽസലാം.